കർത്താവിൻ്റെ ദാസനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്റ്റെഫിൻ ജോലി ചെയ്ത കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കുന്ന പ്രിയ KC എബ്രഹാം സാറ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സാറിനെ ഓർക്കുന്നു, പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രിയ സാറ് മുൻപോട്ട് കടന്നു വന്ന് അനുശോചനമായി 2 വാക്കുകൾ ഓർപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ കൊയറ് പാട്ടിൻ്റെ ഒരു ഖണ്ഡിക പാടുകയും അതിനുശേഷം KC എബ്രഹാം സാർ മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. പാർക്കുമൽ പായുസി ഭാരങ്ങളധികം വേണ്ടിനി കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ജ്ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ വൻതീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാൻ ഏകനാ ആശയറ്റെന്ന് തോന്നുമ്പോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ കൺകൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണസര പാളികളാ കണ്ണഞ്ചിക്കുന്ന വീഥികൾ എൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ. പ്രിയ സ്റ്റെഫിൻ ജോലി ചെയ്തിരുന്ന MBTC കമ്പനിയുടെ ചെയർമാൻ ഇപ്പോൾ ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ മുൻ NB ആയിരുന്ന കേന്ദ്രമന്ത്രിയുമായ PC തോമസ് സാർ ചില വാക്ക് സൂചിക്കുന്നതായിരിക്കും.
I can't say that good morning because this morning is not good for all of us. നമുക്ക് ദുഃഖം തന്ന ഈ സന്ദർഭം നമ്മളെല്ലാവരും ലഭിക്കുന്നു. സ്റ്റെഫിൻ ഞങ്ങളോടുകൂടെ 4-5 വർഷം ഉണ്ടായിരുന്നു. അവൻ ഒരു വളരെ ടാലൻറ്റഡ് ബോയ് ആയിരുന്നു, നല്ല കഴിവുള്ള. അവർക്ക് ഒരു ക്രിസ്തുമസും ഞങ്ങളുടെ ഓരോ പ്രോഗ്രാംസ്, ഞങ്ങൾക്ക് ആനുവൽ പ്രോഗ്രാംസ് വരുമ്പോൾ ആ ടീമിനെ ഓർഗനൈസ് ചെയ്ത് പാട്ട് പാടുകയും പ്രോഗ്രാം നടത്തുകയും ഒക്കെ ചെയ്യാൻ അത്ര നല്ല ഒരു കഴിവുള്ള ഒരു മോനായിരുന്നു. ദൈവം നല്ലവരെയാണല്ലോ നേരത്തെ വിളിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ്റെ അമ്മ ഷേർലി എന്ന് പറയുന്നത് എൻ്റെ ഒരു മോളാണ്. കൊച്ചായൻ അവളുടെ അമ്മ. പക്ഷെ ഷേർലിയുടെ പപ്പ കൊച്ചായനും അമ്മാമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാം ഒരു കുടുംബാംഗങ്ങളാണ്. എനിക്ക് ആശ്വസിപ്പിക്കാനൊക്കത്തില്ല. ഞങ്ങൾക്കെല്ലാവർക്കും വന്ന വലിയൊരു നഷ്ടമാണ്. എല്ലാം ദൈവ ഇച്ഛ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിചാരിക്കുന്നു. ഇത് വെരി അൺഫോർച്ചുനേറ്റ്. മോൻ മാത്രമല്ല, ഞങ്ങൾക്ക് നഷ്ടമായത് 50 പിള്ളേരാണ്. അവരെയൊക്കെ അവരെ കാത്തിരുന്നത് സ്വന്തം മക്കളെ പോലെയും എങ്ങനെ അവരെ വളർത്താം എന്നുള്ള ഇത് ഓരോരുത്തർക്കും ഓരോ ഡിവിഷൻ, ഞങ്ങൾക്ക് 10-14 ഡിവിഷൻ ഉണ്ട്. ഓരോ ഡിവിഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും കൂടി നല്ല പിള്ളേരും മിടുക്കം പിള്ളേരും അവരെപ്പോഴും വളരണം, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം. പക്ഷേ ഇതിത്ര പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്ന ആരും വിചാരിച്ചില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഷേർലിയും, എനിക്ക് അച്ഛൻ്റെ പേര് മോൻ്റെ പേരറിയത്തില്ല, എന്തോ പേര് മോൻ്റെ, സാബു അവിടെ കുവൈറ്റിലുണ്ടായിരുന്നു നേരത്തെ? ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇവർക്കൊക്കെ കൈത്താങ്ങൽ കൊടുത്തിട്ട് ഇവരെ വളർത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചത് ഒത്തിരി പ്രയാസമുണ്ട്. ഭയങ്കര മിടുക്കനായിരുന്നു, ഭയങ്കര മിടുക്കൻ. അതെ, പറഞ്ഞാൽ അറിയിക്കാം. ഞാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജോയിച്ചായൻ്റെ കൂടാണ് ആ ഡിവിഷനിലാണ് ഇവൻ പറയുന്നത്. പുള്ളി അങ്ങ് കരച്ചിൽ തന്നെയാണ് അവന്. ഓക്കെ, ഡോണ്ട് വറി. പുള്ളി ജോയിച്ചാന് ഇന്ന് വരാനിരുന്നതാ, പിന്നെ അത് ലാസ്റ്റിൽ വരണ്ട എന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങളുടെയൊക്കെ ഞങ്ങളുടെ അപേക്ഷ ഞങ്ങളെ പ്രാർത്ഥിക്കുക. ബാക്കിയുള്ളവരെ ഞങ്ങൾ എങ്ങനെയും അവരെ കയ്യിൽ ഒതുക്കി ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ധൈര്യം തരണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതൊന്നും നമ്മൾ വിചാരിച്ചല്ല. അവരൊക്കെ താമസിച്ചിരുന്നത് നല്ല വീടുകളിലും സെൻട്രൽ എയർ കണ്ടീഷൻ വീടുകളിലും നല്ല സാഹചര്യങ്ങളിലൊക്കെയാണ് അവിടെ ഉള്ളത്. ഇവിടെ അത് അല്ലാതെ അവർ പിള്ളേർ കഷ്ടപ്പെട്ടില്ല. ദൈവം തന്നു, ദൈവം എടുത്തു. അതിൽ കൂടുതൽ നമുക്ക് പറയാനൊക്കത്തില്ല. ഷേർലിയെയും അച്ഛനെയും മോനെയും കൊച്ചു കുഞ്ഞിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. എന്നാലാകുന്നത് ഞാൻ ചെയ്യാം. എന്തൊരു സഹായമാണെന്നുണ്ടെങ്കിലും എന്നാലാകുന്നതെല്ലാം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.